ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ യാത്രാ വിവരണത്തിലെ യൂണിറ്റ് 2 ആണ് ഇനി പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കിത് ആദ്യം തന്നെ നോക്കാം. ഇനി ഇത് രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന ഒരു യാത്രാ വിവരണത്തിൻ്റെ 9ാമത്തെ അധ്യായമാണ് വഴിയമ്പലത്തിലും പുൽക്കുടിലിലും. അപ്പോൾ ഇതൊരു സാഹസിക യാത്രയാണ്. അദ്ദേഹം നടത്തിയ ഒരു സാഹസിക യാത്രയെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ്. എന്താണ് ഈ യാത്രാ വിവരണം? അത് നമുക്ക് ആദ്യം പറയാം. ഒരു സഞ്ചാരി തൻ്റെ യാത്രയ്ക്കിടയിൽ കണ്ട കാഴ്ചകളും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും ആത്മനിഷ്ഠമായി, അതായത് സബ്ജക്റ്റീവായിട്ട് രേഖപ്പെടുത്തുന്ന സാഹിത്യരൂപമാണ് യാത്രാ വിവരണം. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വായനക്കാരന് അറിവും അതോടൊപ്പം തന്നെ ആ യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയും ഒരു അനുഭൂതി നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മലയാളത്തിലെ തുടക്കം പാറേമക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം 18ാം നൂറ്റാണ്ടിൽ ആണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം. പ്രധാന സഞ്ചാര സാഹിത്യകാരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ്.കെ. പൊറ്റക്കാടാണ് സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്നത്. എം.പി. വീരേന്ദ്രകുമാർ, സച്ചിദാനന്ദർ തുടങ്ങിയവരും സഞ്ചാര സാഹിത്യകാരന്മാരാണ്. ഓക്കെ, ഇനി നമുക്ക് രാജൻ കാക്കനാടൻ ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രധാനമായും ഒരു ചിത്രകാരനും സഞ്ചാരിയുമായിരുന്നു അദ്ദേഹം. ഫൈൻ ആർട്സിൽ ഡിപ്ലോമ നേടിയ അദ്ദേഹം ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. ഇന്ത്യയിലുടനീളം അനേകം തവണ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഭൗതികമായ സൗകര്യങ്ങളോ സഹായികളോ ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ജി. അരവിന്ദൻ്റെ എസ്തപ്പാൻ എന്ന ചിത്രത്തിൽ നായകൻ കാക്കനാടൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഹിമവാന്റെ മുകൾത്തട്ടിൽ, അമർനാഥ് ഗുഹയിലേക്ക്, നേരമില്ലാത്ത നേരത്ത് ഒരു നോവലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാശൈലി എന്ന് പറയുന്നത് 1975 ഹിമാലയത്തിലേക്ക് അദ്ദേഹം നടത്തിയ കാൽനട യാത്രയാണ് ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന കൃതിക്ക് ആധാരമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ പ്രിക്കോസൈറ്റ്സിലും അതുപോലെ നമ്മുടെ പാഠഭാഗത്തിലും അതുപോലെ റീക്യാപ്പിലും എല്ലാം വളരെ വിശദീകരിച്ച് പാഠഭാഗം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം, നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. രാജൻ കാക്കനാടൻ്റെ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന പ്രശസ്തമായ യാത്രാവിവരണ ഗ്രന്ഥത്തിലെ 9ാമത്തെ ലേഖനമാണിത്. യാത്രയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഹരിദ്വാറിൽ നിന്ന് ആരംഭിച്ച് ഋഷികേശ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ് വഴി സോനാപ്രയാഗിലേക്കും കേദർനാഥിലേക്കും നടത്തിയ സാഹസിക യാത്രയാണിത്. ഇനി സോനാപ്രയാഗിലെ യാത്രയെക്കുറിച്ച് ലേഖകൻ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഗൗരികുണ്ടിൽ നിന്ന് മലയിറങ്ങി വൈകുന്നേരത്തോടെ ലേഖകൻ സോനാപ്രയാഗിലെത്തുന്നു. അവിടെ തീർത്ഥാടകർ നിറഞ്ഞ ഒരു സത്രത്തിൽ, അതായത് ഒരു വഴിയമ്പലത്തിൽ അദ്ദേഹം രാത്രി ചെലവഴിക്കുന്നു. സത്രത്തിൽ തടിച്ചുകൂടിയ തീർത്ഥാടകർ ജയ് കേദർനാഥ് വിളികളോടെ ഭക്തിയിൽ മുഴുകുന്നു. അവിടെയുള്ള ഒരു ശൈവ സന്യാസി കഞ്ചാവ് നിറച്ച ചിലം പുകയ്ക്കുന്നതും ഭം ഭം എന്ന് വിളിക്കുന്നതും ലേഖകൻ വിവരിക്കുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാനും മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാനും ഭക്തിയും ലഹരിയും അവരെ സഹായിക്കുന്നു. ഇനി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ലേഖകൻ ചിന്തിക്കുന്നു. പാപങ്ങൾ കഴുകിക്കളയാലാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ മനുഷ്യനുള്ളിലെ സാഹസിക പ്രവണതയാണ് ഇതിന് പിന്നിലെന്ന് മറ്റു ചിലർ കരുതുന്നു. ഇനി പുൽക്കുടിലിലെ അനുഭവമാണ് ലേഖകൻ പറയുന്നത്. പിറ്റേന്ന് യാത്ര തുടർന്ന് അദ്ദേഹം ഒരു പുൽക്കുടിലിൽ കയറി വിശ്രമിക്കുന്നു. പ്രകൃതിയുടെ ഭീകരതയും ഭംഗിയും ഒരുപോലെ ആസ്വദിച്ചുകൊണ്ട് മഞ്ഞുവീഴ്ചയ്ക്കിടയിൽ ഏകാന്തനായി അദ്ദേഹം നടത്തുന്ന യാത്ര വായനക്കാരെ ആവേശഭരിതരാക്കുന്നു. ഇപ്പം നമുക്കിനി പരീക്ഷയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സുകളെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. ഭക്തിയുടെയും സാഹസികതയുടെയും സമ്മേളനം. ഈ യാത്ര കേവലം ഒരു തീർത്ഥാടനം മാത്രമല്ല, പ്രകൃതിയോടുള്ള ഒരു പോരാട്ടം കൂടിയാണ് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് യാത്രയിലെ ഏകാന്തത. എന്താണത്? സഹായികളോ സുഹൃത്തുക്കളോ ഇല്ലാതെ കുറഞ്ഞ വസ്ത്രങ്ങളും പണവുമായി ഹിമാലയൻ ശൃംഗങ്ങളിലൂടെ നടത്തുന്ന ഈ യാത്ര ലേഖകൻ്റെ മനക്കരുത്തിനെ കാണിക്കുന്നു. പ്രകൃതി വർണ്ണന. ഹിമാലയത്തിലെ മഞ്ഞുവീഴ്ച, സന്ധ്യാശോഭ, ഗംഗയുടെ ഉത്ഭവം തുടങ്ങിയവയുടെ മനോഹരമായ വിവരണങ്ങൾ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന കൃതിയിൽ നിന്നെടുത്ത വഴിയമ്പലത്തിലും പുൽക്കുടിലും എന്ന പാഠഭാഗത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള നമ്മൾ റീക്യാപ്പ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതും ഒന്ന് വായിക്കുക. ഓക്കെ, നമുക്ക് ഈ റീക്യാപ്പ് ഒന്ന് വായിച്ചു നോക്കാം. യാത്രാ വിവരണത്തിൽ ഹിമാലയൻ യാത്രകളുടെ പ്രാധാന്യം എന്താണെന്ന് വിലയിരുത്തുന്നുണ്ട് ഈ ഒരു യാത്രാ വിവരണത്തിൽ. തീർത്ഥാടന യാത്രകളുടെയും സാഹസിക യാത്രകളുടെയും പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മലയാളത്തിലുണ്ടായ പ്രധാന ഹിമാലയൻ യാത്രകളെ പറ്റി അറിയുന്നുണ്ട്. അത് നമ്മളുടെ പ്രിക്കോസൈഡ്സിലെ പ്രധാനപ്പെട്ട ഹിമാലയൻ യാത്രകളെ പറ്റിയിട്ട് വിവരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഒരുപാട് യാത്രകളെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് യാത്രകളെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പോലെ സഞ്ചാര സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കെ മാധവൻ നായർ ഒറ്റയ്ക്ക് ഹിമാലയത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ 1.5 മാസക്കാലം സാഹസികമായ പര്യടനം നടത്തിയ വിവരണമാണ് ഒരു ഹിമാലയ യാത്ര. പ്രസിദ്ധ സന്യാസിവര്യനായ തപോവന സ്വാമികളുടെ 2 യാത്രാ വിവരണങ്ങളാണ് കൈലാസ യാത്രയും ഹിമഗിരി വിഹാരവും. സ്വാമി ദയാനന്ദ തീർത്ഥയുടെ ഹിമഗിരിയുടെ, സ്വാമി ബോധാനന്ദയുടെ ഹിമവത് സാനുക്കളിൽ, വെട്ടൂർ രാമൻ നായരുടെ പുരി മുതൽ നാസിക് വരെ, ബാബു ചെങ്ങന്നൂരിൻ്റെ ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ, കെ ബാലകൃഷ്ണൻ്റെ സഹ്യാദ്രി സാനുക്കളിൽ തുടങ്ങിയവ ശ്രദ്ധേയമായ രചനകളാണ്. ഇങ്ങനെ ഒരുപാട് കൃതികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇനി സാഹസികവും അവിശ്വസനീയമായ ഹിമാലയൻ പര്യടനം എന്ന നിലയിൽ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാവിവരണം ഗ്രന്ഥം തിരിച്ചറിയുന്നു. ഏകനായി നിർഭയനായി രാജൻ കാക്കനാടൻ പിന്നിട്ട യാത്രകളുടെ യഥാതഥമായ ആവിഷ്കരണം എന്ന നിലയിൽ ഈ കൃതി വിലയിരുത്തുന്നു. ഗൗരീകുണ്ഡം തപോനിഷ്ഠയായ പാർവതിയുടെ കുളിക്കടവായിരുന്നു എന്നാണ് ഐതിഹ്യം. ശബരിമല തൊട്ട് അമർനാഥ് വരെ എല്ലാ തീർത്ഥാടന കേന്ദ്രത്തിലെയും സഞ്ചാരികൾക്ക് ഒരേ മനസ്സായിരിക്കും. സോനാപ്രയാഗ് മഞ്ഞിൽ വിളക്കുകൾ തെളിഞ്ഞ് സുവർണപ്രഭ പരത്തിയിരിക്കുന്നു. കുത്തിയൊലിക്കുന്ന സോനാർ ഗംഗ. തീർത്ഥയാത്ര പാപങ്ങളെ കഴുകിക്കളഞ്ഞ് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നു. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാൻ കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ സാഹസിക പ്രവണതയാണ്. യാത്രകൾ മനുഷ്യനുണ്ടാക്കുന്ന ഉണർവും ഉന്മേഷവും ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നു. രാജൻ കാക്കനാടൻ്റെ കൃതികളെയും ജീവിതരേഖയും വിലയിരുത്തുന്നു. യാത്രാ വിവരണങ്ങളുടെ ചരിത്രം ഗ്രഹിക്കുന്നു. ഇവയെല്ലാം ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിശദീകരണം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് മസ്റ്റായിട്ടും വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.